വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിനൊരു മറുപടി കൊടുത്തിരുന്നു. ആ ഉസ്താദ് 112 അധ്യായം, ഖുറാന്റെ 112 അധ്യായം എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞത്. അള്ളാഹു ആരുടെയും മകനായിട്ട് അള്ളാഹു ജനിച്ചിട്ടില്ല, ആരുടെയും മകനായിട്ട് ജനിച്ചിട്ടും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പം ഉസ്താദ് ആ 112 അധ്യായത്തിന്റെ അകത്ത് ആ ഒരു ആയത്ത് മാത്രമല്ലല്ലോ, വേറെയും ആയത്തുകളുണ്ടല്ലോ. അപ്പോൾ ഉസ്താദ് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥം ഖുറാനാണ്. ആ ഖുറാന്റെ ഗ്രന്ഥങ്ങൾ അതിനുശേഷം പിന്നീട് ഹദീസുകളൊക്കെ ഉണ്ട് എങ്കിലും ഉസ്താദ് അതൊന്നും മിണ്ടുന്നില്ല, ഉസ്താദ് എല്ലാം അങ്ങ് വിഴുങ്ങുകയാണ്. എങ്കിലും ഖുറാൻ മാത്രമാണ് ഇസ്ലാമിന്റെ ഗ്രന്ഥം എന്ന് ആരോടും പറയല്ലേ. ഇതൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എല്ലാവരും ഓക്കെ വെച്ചിരുന്നതാണ്. ശരിയാണ്, അവർക്ക് ഖുറാൻ മാത്രമേ ഉള്ളല്ലോ, ഖുറാൻ മാത്രമേ ഉള്ളല്ലോ. അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് ഖുറാൻ മാത്രമാണ് അല്ല, ഹദീസുകളുണ്ട്, തഫ്സീറുകളുണ്ട്, പിന്നെ എന്തുവാ തിരുത്തപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഖുറാൻ വെച്ച് തെളിയിക്കാനും പറ്റാത്ത ബൈബിളും ഒക്കെ ചേർത്ത് വെക്കാതെ ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഞങ്ങളെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിമിന്റെ മാനിഫെസ്റ്റോ അത് ഖുർആനാണ്. ക്രൈസ്തവന്റേത് ബൈബിൾ ആയതുപോലെ ഖുർആൻ ഞങ്ങളുടെ മാനിഫെസ്റ്റോ ആണ്. ആ ഖുർആനിൽ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ലം യലിദ് വലം യൂലദ്. ഉസ്താദ് 112 അധ്യായം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. അവിടെ ദൈവത്തെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ദൈവം ആരും ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടുമില്ല എന്നുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് അത് ഏകദേശം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഉസ്താദ്, ഇവിടെ മാത്രമാണോ നിങ്ങളുടെ ഖുറാന്റെ അകത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? 1 മുതൽ 112 അധ്യായമുള്ള ആയത്തുകൾക്കിടയിൽ പല ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഞാൻ ആയത്തുകളുടെ എണ്ണം പറയുന്നില്ല. എങ്കിലും 1 മുതൽ 112 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് അള്ളാഹുവിനെ ഇങ്ങനെ മാത്രമേ അവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ? അള്ളാഹുവിനെ പല സ്ഥലത്തും പല ആൾക്കാരും പല രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നേരിട്ടൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല, അത് വേറൊരു വശം. കാരണം അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു വശം. അല്ല എന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് സത്യദൈവം എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഉസ്താദിന്റെ ഒരു ഇത് വെച്ച് പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് ഖുറാൻ മാത്രമാണ്, ഖുറാന്റെ അത് ദൈവത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയും. അല്ല ഉസ്താദ്, ഇങ്ങനെ മാത്രമുള്ള ഒരു പരിചയപ്പെടൽ കൊണ്ട് നിങ്ങളുടെ ദൈവം പൂർണ്ണതയിലെത്തുമോ? നിങ്ങളുടെ ഈ ദൈവം, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവം പൂർണ്ണതയിലെത്തുമോ? ഇതുകൊണ്ട് മാത്രം പൂർണ്ണത എത്തുമോ? ശഹാത്ത് കൽമ ചൊല്ലുമ്പോഴത്തേനും പൂർണ്ണതയാവുമോ? ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ഇത് വെച്ചുകൊണ്ട് മാത്രം പൂർണ്ണതയാവുമോ? അതുകൂടെ ഒന്ന് ചിന്തിക്കുന്ന വളരെ നല്ലതായിരിക്കും. പിന്നെ ഉസ്താദിന്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉസ്താദ് എപ്പോഴും പറഞ്ഞത് ഇതാണ്, പറയുക അള്ളാഹു ഏകനാണു എന്നതാകും. അള്ളാഹു നിരാശ്രയനും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. അതിനുശേഷമുള്ള ഉസ്താദ് നേരത്തെ പറഞ്ഞ ആരും ജനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഉസ്താദ് ഇവിടെ ഒരു വിഷയം കിടക്കുന്നത്, പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകും. അഹദ് എന്ന വാക്കാണല്ലോ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നോക്കാം. അള്ളാഹു നിരാശ്രയനും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. 112 1ഉം 2ഉം ആയത്തുകളാണ്. ഈ അള്ളാഹു ആരെ ആശ്രയിച്ചിട്ടില്ലേ ഉസ്താദെ? അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിച്ചിട്ടുണ്ട്. അള്ളാഹു ആരെ ആശ്രയിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന് അങ്ങനെ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി ഉസ്താദെ. അള്ളാഹു ഖുറാന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലും സഹായം സ്വീകരിച്ചിട്ടുണ്ട്, ദൈവത്തെ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവത്തെ സഹായിച്ചിട്ടുണ്ട് പല ആൾക്കാരും പല രീതിയിൽ. ശരിയല്ലേ? വേറെ ഒരു കാര്യം കൂടെ ഉസ്താദെ, അള്ളാഹു മലക്കിനെ ആശ്രയിച്ചു, മലക്ക് മുഹമ്മദിനെ ആശ്രയിച്ചു. കാരണം അള്ളാഹു മലക്കിനെ ആശ്രയിച്ചുകൊണ്ടാണല്ലോ ഈ ഖുറാൻ എന്ന് പറയുന്ന സംഭവം ഭൂമിയിലേക്ക് എത്തിയത്, മുഹമ്മദിലേക്ക് എത്തിയത്. ശരിയല്ലേ? അങ്ങനെ അള്ളാഹു ഓരോരുത്തരെ ആശ്രയിച്ചിട്ടുണ്ട്. ആശ്രയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് നോക്ക്, സൂറ 47:7,
സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ്. അല്ല, ഈ അള്ളാഹു ആരുടെ ഒരു ആശ്രയം മേടിക്കാത്തവനാണ്, ആരുടെയും സഹായം മേടിക്കാത്തവനാണ്. അള്ളാഹു എല്ലാവരെയും സഹായിക്കുന്നവനൊക്കെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുദേ സഹായം തേടുന്നുണ്ടല്ലോ. അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം, അതെന്ത് ഈ അള്ളാഹുവിന് സഹായത്തിന്റെ ആവശ്യം? ഉസ്താദ് പറഞ്ഞു ഏതാണ്ട് വലിയൊരു സംഭവമായിട്ടാണല്ലോ ഖുറാന്റെ അകത്ത് ഇങ്ങനെ ഞങ്ങളുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ 112 അധ്യായത്തിന്റെ അകത്ത് ഈ ആയത്ത് തന്നെയാണ്. അടുത്തത് 48:9, അല്ലാഹുലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കാനും വേണ്ടി. അപ്പൊ ഇവിടെ അള്ളാഹു സഹായം തേടുകയാണ്. അപ്പോൾ ആരെ ആശ്രയിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ദൈവയുടെ സഹായം തേടുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. എന്തിനാ ഈ അടിമകളായ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കേണ്ട കാര്യം? ഉസ്താദിന് എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒന്ന് മറുപടി തന്നേക്കണേ. അടുത്തത് 57:25, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി. ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. ഇരുമ്പും നാം ഇറക്കിക്കൊടുത്തു. അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട്. അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അവൻ അറിയാൻ വേണ്ടിയുമാണ് ഇതെല്ലാം. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇരുമ്പൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇരുമ്പെന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുറാന്റെ അകത്തുണ്ടല്ലോ. അപ്പൊ ഇരുമ്പൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്, വേദഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ടുണ്ട്, തുലാസ് ഇറക്കി കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയുന്നത് അള്ളാഹുവിനെ അവന്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ. ഇവിടെ സഹായം തേടുകയാണല്ലോ അദൃശ്യമായിട്ട്. പരസ്യമായിട്ടും ഉണ്ട്, അദൃശ്യമായിട്ടും ഉണ്ട്. ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടും സഹായം തേടുക എന്ന് പറയുന്നത് ആശ്രയിക്കാത്ത ഒരു ദൈവം ആശ്രയിക്കുന്നു എന്ന് വരുന്ന ഒരു ഏറ്റവും വലിയ വൈരുദ്ധ്യമല്ലേ ഉസ്താദെ ഖുറാന്റെ അകത്ത്? അപ്പോൾ ഞാനിത് താങ്കളുടെ പിന്നാലെ സഞ്ചരിക്കാനുള്ള കാരണം, താങ്കൾ എല്ലാ മതക്കാരുടെയും വിഷയങ്ങളിൽ കയറി ഇടപെടും. ഈ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതും ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഉസ്താദ് വന്നത്. അതുകൊണ്ടാണ് ആ ഇതിലൊന്ന് നോക്കാലോ എന്ന് വെച്ച്. ഇതെന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ. ഉസ്താദ് പറഞ്ഞ ഒരു കാര്യത്തിന്മേൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് പറയുന്ന ഉസ്താദ് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഖുറാൻ പരിചയപ്പെടുത്തുന്ന ദൈവം അവൻ ഏകനാണെന്ന് പറയുക മാത്രമല്ല, അവൻ നിരാശ്രയനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആശ്രയത്തിൽ നിൽക്കുന്ന ഈ ദൈവത്തെ ഖുറാനല്ല, ഖുറാൻ പരിചയമല്ല, ഹദീസ് അല്ല, തഫ്സീറുകൾ ആര് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഉസ്താദ് പറഞ്ഞതിന് നേരെ വിപരീതമാണല്ലോ. അതുപോലെ അടുത്തത് 59:8, അതായത് സ്വന്തം വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട മുഹാജിറുകളായ ദരിദ്രന്മാർക്ക് അവർ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടുകയും അള്ളാഹുവേയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്യുന്നു. അവർ തന്നെയാണ് സത്യവാന്മാർ. അപ്പൊ ഇവിടെ എന്താ, അള്ളാഹുവിനെ അവന്റെ റസൂലിനെ മുഹമ്മദിനെ ആണല്ലോ, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിനെ ആണല്ലോ സഹായിക്കാൻ പറയുന്നത്. അപ്പൊ ഇവിടെയും ആശ്രയം വേണ്ട, എനിക്ക് ആശ്രയം വേണ്ട, എല്ലാവരും എന്നെ ആശ്രയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സഹായം തേടുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും അള്ളാഹുവിനെ സഹായിക്കാൻ പറയുകയാണ്. അതൊരു വല്ലാത്ത സഹായമായി പോയല്ലോ. ഈ പറയുന്നതിന് നേരെ വിപരീതമായിട്ടല്ലേ ഉസ്താദെ വരുന്നത്. നമ്മൾ അതൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത് 22:40, യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ എത്രയവർ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകും. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തന്നെ സഹായിക്കുന്നത് ആരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും കാണുന്നത്, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയം യഹൂദ ദേവാലയം അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു.
അപ്പൊ ഇതൊന്നും തകർക്കപ്പെടുന്നില്ലേ ഉസ്താദ്? നിങ്ങളുടെ മസ്ജിദുകൾ തന്നെ എന്തു വേണ്ടി തകർക്കപ്പെടുന്നു? ഒരിടത്ത് ഷിയ വന്ന് ബോംബിടുമ്പോഴത്തേന് അപ്പുറത്ത് തന്നെ സുന്നി പോയി ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചെതിറുക, ഇത് തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അള്ളാഹു തടുക്കുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ അള്ളാഹു തടുക്കുന്നില്ല, ഇതോ തടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇവിടെയും സഹായത്തിന്റെ വിഷയമാണ്. ഇനി അടുത്തത് അള്ളാഹു കടം മേടിക്കാനിരിക്കുന്ന ഒരാളാണ്. ഇവിടെ 5:12 അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് കരാർ വാങ്ങുകയും അവരിൽ നിന്ന് 12 നേതാക്കന്മാരെ നിയോഗിക്കുകയും ഉണ്ടായി. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥന മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയും. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒരുങ്ങുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആർ അവിശ്വസിച്ചുവോ അവൻ നേർമാർഗത്തിൽ നിന്ന് തെറ്റായി പോയിരിക്കുന്നു. ഇപ്പൊ ഏകദേശം കാര്യം മനസ്സിലായി. സഹായം മാത്രമല്ല, കടം കൊടുക്കണം അള്ളാഹുവിന്. അപ്പൊ അള്ളാഹുവിന് കടം കൊടുത്ത് ഒരു വല്ലാത്ത പ്രശ്നമാണല്ലോ. സാമ്പത്തികമാണോ അതോ മനസ്സാണോ അതോ ആയുധങ്ങളാണോ? എന്താണ് അള്ളാഹുവിന് കടം കൊടുക്കേണ്ടത് ഉസ്താദെ? ഉസ്താദ് തന്നെയാണല്ലോ ഈ ഓരോരോ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കടം കൊടുപ്പിന്റെ രീതി? ഉസ്താദ് ഒന്ന് പറയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം ഉസ്താദെ, ഒരു വിശ്വാസ പ്രമാണവുമായി ജീവിച്ചു പോകുന്ന ഈ കൂട്ടരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ഉസ്താദ് പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? കാരണം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാർഗത്തിലൂടെ സഞ്ചരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ മാർഗത്തെ ഉസ്താദ് വന്നിട്ട് അതും ഇതും പറയേണ്ട കാര്യമില്ല ഉസ്താദ്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം, ഒരു കുഴപ്പമില്ല. അതിനിടയ്ക്ക് വന്നിട്ട് നിങ്ങളുടെയൊക്കെ പണ്ഡിതന്മാർ തന്നെയാണ് യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, പൗലോസ് അപ്പോസ്തലൻ ഇത് അട്ടിമറിച്ചു എന്നുള്ള വാദങ്ങളുമായിട്ട് കേരളക്കര മുഴുവൻ കറങ്ങി നടന്നപ്പോൾ ഞങ്ങൾ ഇത് വന്നിട്ട് അതിന് പഠിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചു മറുപടികൾ തരാനും തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്നാണ്. ഞങ്ങൾ ഇത് വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിൽ നിന്ന് സംശയങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഉസ്താദിന്റെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വല്ലാത്തൊരു എന്തുവാ, നിങ്ങളുടെ മതം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്, ആ രീതിയിലാണ് സംസാരിച്ചു വന്നത്. അത് നല്ല കാര്യം, നിങ്ങളുടെ മതം നല്ലതായിക്കോട്ടെ, നിങ്ങളുടെ മതം വലുതായിക്കോട്ടെ, എല്ലാവരും. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതിനിടയ്ക്ക് കയറിയിട്ട് അതിനെ നിങ്ങളുടെ മതവൽക്കരിക്കുന്നതിനാണ് ഞാനിപ്പം മറുപടി പറയണമെന്നൊരു ആഗ്രഹമായിട്ട് വന്നത്. അപ്പോൾ ഇത് കൂടാതെ ഹദീസുകളുടെ അകത്തുനിന്ന് ഇനി നമുക്ക് എടുക്കാമല്ലോ, സഹായങ്ങൾ പല രീതിയിൽ തേടിയിട്ടുണ്ടല്ലോ. ഹദീസുകളിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഉസ്താദിനോട് പറഞ്ഞു വന്നതിന്റെ കാര്യം ഉസ്താദെ, ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ചോദിച്ചു പല ചോദ്യങ്ങൾ. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുകയാണ് ഉസ്താദ്, നിങ്ങളുടെ ദൈവമായ അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടുന്നു, അള്ളാഹു നിങ്ങളിൽ നിന്ന് കടം നല്ല രീതിയിൽ തരുവാനും പറയുന്നു. ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള, ആരിലാണ് വലിയവൻ? നിങ്ങളുടെ ദൈവത്തെക്കാൾ വലിയവനായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ അതോ നിങ്ങളെക്കാളും വലിയവനായിട്ട് അള്ളാഹു നിൽക്കുന്നു? ഏത് രീതിയിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഉസ്താദ്, ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. ഒരു സത്യദൈവത്തിന്റെ സത്യമാർഗം. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാര്യത്തിന്മേൽ ഉസ്താദ് കയറി വന്നിട്ട് വെറുതെ മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച്, കാരണം ദൈവം ജനിക്കുന്നില്ല, ജനിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ദൈവത്തിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു ദൈവമാണെന്ന് ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ആയത്ത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാം, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാണ്, അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് സത്യദൈവം എന്ന് പറയുന്ന ഒരായത്തെങ്കിലും കൊണ്ടുവന്നൊന്നും ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഉസ്താദെ. അത് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയാണെന്നുള്ളത് തെളിവ് സഹിതം അങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇതിപ്പോ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് ഒരുപാട് പരിഭാഷകളും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അറബി തന്നെ പറഞ്ഞു പോകാതെ മലയാളത്തിൽ, കാരണം അറബികൾക്ക് വേണ്ടി അറബി മക്കയ്ക്കും പരിസരത്തും മാത്രമായിട്ട് ഇറക്കിയിരിക്കുന്ന ഖുറാൻ, ആ അറബിയിൽ മാത്രം ഓതുക എന്ന് പറഞ്ഞിട്ട് അതിനെ മലയാളീകരിക്കുകയും ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും ഓരോ ഭാഷയിലേക്കും തർജ്ജമ ചെയ്തു നിങ്ങളൊക്കെ തന്നെയാണ്, ഞങ്ങളാരും അല്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരവരുടെ ഭാഷ അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് പറഞ്ഞ് വ്യക്തമാക്കി തരുന്നത് വളരെ നല്ലതായിരിക്കും.
അതേപോലെ തന്നെ പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനകത്തെ സത്യദൈവത്തെ മറ്റുള്ള ഇതര ഗ്രന്ഥങ്ങളിൽ എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വാദം. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യദൈവത്തെ, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈസയോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ഈസയാണെന്നോ അല്ലെങ്കിൽ ഈസ യേശു ആണെന്നോ അങ്ങനെയുള്ള ഒരു വിശ്വാസ പ്രമാണവും ഞങ്ങൾക്കില്ല. ഒന്നുകൂടെ പറയാം, ബൈബിളിന്റെ അകത്തുള്ള ഒരു വള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ ഗോമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരോ മനുഷ്യരുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടോ ഇസ്ലാമിന്റെ മതഗ്രന്ഥം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഖുറാന്റെ അകത്തെ ആൾക്കാരോട് യാതൊരുവിധ ബന്ധമില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ പറഞ്ഞതിന്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദെ പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസ പ്രമാണം എന്തൊക്കെ, ഞങ്ങൾക്ക് മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിക്കാൻ താല്പര്യമില്ല. മനസ്സിലായോ? ഖബറിൽ കിടന്ന് മരിച്ചതിന് ശേഷം ഖബർ അടക്കി കഴിഞ്ഞ് അവസാനത്തെ ആളുടെ ചെരുപ്പിന്റെ ശബ്ദം കൂടെ മാറി കഴിയുമ്പോഴത്തേനും 2 മലക്കുകൾ ഇറങ്ങി വരെ, കണ്ണിന് കാഴ്ചയിൽ ചെവിക്ക് കേൾവിയില്ലാത്ത 2 മലക്കുകൾ ഇറങ്ങി വന്ന് കാഹള ഊതുന്ന കാലം വരെ നല്ല അടി മേടിക്കുന്ന ആ ഒരു ഖബർ ദണ്ഡനത്തിനോ ഖബർ പരീക്ഷയ്ക്കോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഉസ്താദ് പോയി കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. ഏത് ഉസ്താദിനെ ആയിക്കോട്ടെ, ഏത് മൗലവി ആയിക്കോട്ടെ, ഖബറിലിട്ട് അടിക്കുമല്ലോ. ഖബർ ദണ്ഡനമുണ്ട്, ഖബർ പരീക്ഷണമുണ്ട്. അതിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ പോയിരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇങ്ങനെ അടി മേടിക്കേണ്ട കാര്യമില്ല. കണ്ണിന് കാഴ്ചയില്ല, ചെവിയും കേൾവിയില്ലാത്ത 2 പേര് ഇറങ്ങി വന്നിട്ട് രാവെളുക്കോളം ഇരുന്നുകൊണ്ട് അടിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അടിച്ച് ആ ഒരു പരിപാടി ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന സൃഷ്ടാവായ ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്മേൽ ഞങ്ങൾ മുമ്പോട്ട് പൊക്കോളാം. ഞങ്ങൾക്ക് എന്തിനാണ് ഉസ്താദെ പുതിയൊരു ഉപദേശമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? ഇതൊക്കെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വരെ ഭൂമിയിലെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുന്ന ഭാഗങ്ങളുടെ പ്രതീകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഏകദേശം എല്ലാ സ്ഥലങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചതിന് ശേഷം മുഹമ്മദ് എന്ന് പറയുന്ന ആൾ പുതിയൊരു ഉപദേശമായിട്ട് വന്നല്ലേ. ആ ഉപദേശം ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ദൈവമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഉപദേശങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന യാതൊരുവിധ കാര്യത്തിന്റെയും പിന്തുടർച്ചയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എന്തെക്കാളും ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ പിന്തുടർച്ചയാണ്, അതിന്റെ തുടർച്ചയാണിത് ഖുറാൻ എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല. അതിന്റെ ആവശ്യവുമില്ല. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ സാരം, നിങ്ങളുടേതായിട്ടുള്ള യാതൊരുവിധമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ അകത്തുള്ള യാതൊരുവിധ കാര്യവും ഞങ്ങളുടെ തലയിലേക്കോ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്റെ തലയിലേക്കോ വെക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഖുറാന്റെ അകത്ത് തന്നെ പറയുകയാണ്, ഞാൻ എല്ലാവരെയും ആശ്രയിക്കാത്തവരാണ്, ഞാൻ നിരാശ്രയനാണ്, എല്ലാവരും എന്നെ ആശ്രയിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ സഹായം തേടുകയാണ്. അള്ളാഹുവിന് പുറമെ സഹായം തേടുന്നവരുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് പുറമെ സഹായം തേടുന്നവരെയൊക്കെ ഉസ്താദിനും അറിയാലോ. അതേപോലെ തന്നെ പറയുകയാണ്, ഖുറാന്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അധികം സത്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് 80-ലധികം പ്രാവശ്യം സൃഷ്ടികളെ കൊണ്ട് തന്നെ അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം വിരോധങ്ങളായി നിറഞ്ഞിരിക്കുന്ന, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ഖുറാൻ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളുടെ നേരെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ശരിക്കും അങ്ങോട്ട് തരുന്നുമുണ്ട്. അതുകൊണ്ട് ഖുറാന്റെ അകത്തുനിന്ന് സഹായങ്ങൾ തേടുന്ന അള്ളാഹുവിനെ നിങ്ങൾ കണ്ടല്ലോ, കടം മേടിക്കുന്ന അള്ളാഹുവിനെയും കണ്ടല്ലോ. ഇനി ഹദീസുകളുണ്ട്. അപ്പൊ ഹദീസുകളിലേക്കൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് ഉസ്താദിനോട് ഒരു കാര്യം കൂടെ പറയാം. ഉസ്താദ് എന്നെ കേൾക്കുന്നവരോട് പറയുകയാണ്, കർമ്മം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഉസ്താദെ. കർമ്മത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ലോകമടയത്തരമാണ്, കർമ്മത്തിലല്ല. ഞങ്ങളുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിനായാലും പൂർത്തി വരുത്തുന്നതുമായി ക്രിസ്തുവിനെ നോക്കി ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. കാരണം ഒരു മാതൃക ഭൂമിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ട്, നല്ല മാതൃക. ഏത് മനുഷ്യനും പിൻപറ്റാൻ പറ്റുന്ന, ഏത് മനുഷ്യനും ഏത് ജാതിയിലോ മതത്തിലോ വംശത്തിലോ പാരമ്പര്യത്തിലോ എവിടെ കിടക്കുന്ന, ഏത് ഗോത്രത്തിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും പിൻപറ്റാൻ പറ്റുന്ന നല്ല മാതൃക വെച്ചിട്ട് പോയ ഉലകത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഉലകത്തിൽ ഒരു സത്യവാനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ പാത ഒന്ന് പിന്തുടർന്ന് നോക്കൂ. കാരണം എന്താ അറിയാവോ, ഏതൊരു മനുഷ്യനും പിൻപറ്റാൻ പറ്റുന്ന മാതൃക മാത്രമേ വെച്ചിട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ മുഹമ്മദിന്റെ മാതൃക പിൻപറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? ഉസ്താദിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറയുകയാണ് ഉസ്താദെ, യേശുക്രിസ്തു എന്ന് പറയുന്ന നിസ്തുല്യനായിട്ടുള്ള ദൈവം, അല്ലെങ്കിൽ നിസ്തുല്യ സ്നേഹത്തിനുടമയായിട്ടുള്ള അദ്ദേഹം ഒരു നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റാനാണ് ഞങ്ങൾ ഉസ്താദിനെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കും. ജീവനുള്ള ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നതിന് പകരമായി ഏതെങ്കിലും മൂഢവിഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കണോ എന്നുള്ള ഉസ്താദ് ഒന്ന് ചിന്തിച്ചു നോക്കും. ഉസ്താദ് ഒന്ന് ചിന്തിച്ചു നോക്കും. നേരത്തെ ഉസ്താദ് പറഞ്ഞ അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. മക്കള് ജനിച്ചതും ജനിപ്പിച്ചതുമായിട്ടുള്ള ഒരു
ജീവിതത്തിനേക്കാൾ ഉപരിയായിട്ട് ഒന്ന് ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ ചിന്തിക്കുകയാണ്. അടിമയുഗത്തിൽ കിടക്കുന്നതിൽ നിന്ന് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വരാൻ പറ്റുന്ന, ആ ജീവനുള്ള ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒന്നുമില്ല, കബറിൽ കിടന്ന് അടിമേടിക്കണ്ടല്ലോ, മുൻകീറിന്റെ നക്കീറിന്റെ അടിമേടിക്കണ്ടല്ലോ, കബർ ദണ്ഡനത്തിൽ നിന്ന് ഒഴിവാകാമല്ലോ. വളരെ സന്തോഷകരമായിട്ട് ഹൃദയം തുറന്ന് നമുക്ക് ജീവിക്കാൻ, സംസാരിക്കാൻ പറ്റുന്ന ഒരു ജീവനുള്ള ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ ഉസ്താദിന് സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കേട്ടവർക്ക് സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.